വിമർശിക്കപ്പെടുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അയ്യോടാ, എന്താ മുന്നത്? അതായത് ഒരു കാര്യം ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട്, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ വിമർശിക്കും എന്നുള്ള പേടിയാൽ അതിൽ നിന്ന് പിന്മാറുന്നു. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എന്താ പറയുന്നത് കേട്ട് ഞെട്ടരുത്. ഈ ലോകത്ത് വിമർശനാതീതരായിട്ട് ആരുമില്ല. ദൈവത്തിന്റെ ഇഷ്ടദാസന്മാരാണ് പ്രവാചകന്മാർ. അവർ പോലും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ് പറവച്ച. ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല, അല്ല ഇന്ത്യയിലല്ല, അല്ല ഫിലിപ്പീൻസിലല്ല, അല്ല ജപ്പാനിലല്ല, അല്ല അമേരിക്കയിലും അല്ല, അല്ല പിന്നെ എവിടെയാണ്? എറണാകുളത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? തട്ടമിട്ട് ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നു. കമന്റ് ബോക്സ് തുറക്കാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം നല്ലൊരു ശതമാനം കമന്റ്സ് എന്തായിരിക്കുമെന്ന്. അതാണ് ഉറുമേസ്. ഈ കുഞ്ഞിക്കുവാനെ തിരുത്താൻ വരില്ലേ? ലുട്ടാപ്പിയെ പോലെ ഒരാള് തീന്റെ അടുത്ത് കിടക്കുന്നത്. യു ആർ നോട്ട് മുസ്ലിം. സംവൺസ് ഫ്യൂച്ചർ വൈഫ് ഈസ് ഡാൻസിംഗ്. ഇഫ് യു ചൂസ് ടു വിയർ ദ ഹിജാബ്, റെസ്പെക്ട് വാട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ. ഹിജാബ് ഈസ് നോട്ട് എ ഫാഷൻ സ്റ്റേറ്റ്മെന്റ്. സിസ്റ്റർ, യു ആർ മുസ്ലിം, യു ആർ ഡിഫറെന്റ്. ഡോണ്ട് ഡു ദീസ് തിങ്സ്, യു നോ യുവർ റിയൽ വർത്ത്. അടിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ബെൽറ്റ് റെഡിയാക്കുന്ന ഒരു ഇമേജ്. കൊന്തയിട്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ക്രിസ്ത്യൻ പുരുഷന്മാർ ഇങ്ങനെ കമന്റ്സ് ഇടാറില്ല. കുറെ തൊട്ട് ഹിന്ദു പെൺകുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ഹിന്ദു പുരുഷന്മാരും ഇങ്ങനെ കമന്റ്സ് ഇടാറില്ല. അപ്പൊ എന്തുകൊണ്ടാണ് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ഒരുപാട് മുസ്ലിം പുരുഷന്മാർ ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നത്? സൂക്ഷിച്ചില്ല എങ്കിൽ ഡിസ്പ്ലേ അടിച്ചു പോകും. ചലഞ്ചാണെന്ന് തന്നെ കൂട്ടിക്കോളും. ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ബയോളജിക്കലായ സൈക്കോളജിക്കലായ പഠനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പല പുരുഷന്മാർക്കും ഈ അല്പവസ്ത്രധാരികളായ സ്ത്രീകളെ കാണുമ്പോൾ ഈ ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ഇനി മറുഭാഗത്തുള്ളവർക്ക് അങ്ങനെ ഒന്നും തോന്നൂല, അങ്ങനെ ഒരു തോട്ടേ ഇല്ല. ഇപ്പൊ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തോട്ട്സേ വരൂല എന്നൊക്കെ രൂപത്തിലുള്ള ഒരുപാട് റിയാക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആരാണ് ഇതിൽ കളവ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു നുണ പരിശോധനയിൽ ഞങ്ങൾ എന്തായാലും വരാൻ റെഡിയാണ്. പുരുഷ ഫെമിനിസ്റ്റുകൾ അവരാണ് കുറുക്കന്മാർ, അവർ നുണ പറയുകയാണ്. അപ്പൊ അത് നുണയാണോ അല്ലേ, അത്തരത്തിലുള്ള ഒരു തോട്ട്സും വരുന്നില്ല എന്നാണ് അവരുടെ വാദം എന്നുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ അവർ നുണ പരിശോധനയ്ക്ക് വരട്ടെ. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. പോയി ചത്തുടടാ. കാരണം പോക്സോ കേസുകളുടെ വരെ ഒരു കാരണം സ്ത്രീകളുടെ വസ്ത്രധാരണമാണെന്ന് പറയുന്ന ആളാണ്. വായ തുറന്നാൽ സ്ത്രീ വിരുദ്ധത ബാസിലിന്റെ വായിൽ നിന്ന് ഒഴുകും. എന്താടാ ഇത്? അതുകൊണ്ട് വീഡിയോയിലാണെങ്കിൽ പോലും ഇയാളുടെ മുഖം കാണുമ്പോൾ ഒരുതരം അവേർഷൻ തോന്നുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നിയമപരമായ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ബാസിലിനിട്ട് രണ്ട് കൊടുക്കാനും അവരിൽ പലരും ആഗ്രഹിക്കുന്നുണ്ടാകും. ബാസിലോ ഞാനോ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കി വസ്ത്രം ധരിക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ധരിക്കും. ബാസിലിന് അത് കാണുമ്പോൾ ലൈംഗിക ചിന്ത ഉണ്ടാകരുത് എന്ന് ആരും പറയുന്നില്ല. പക്ഷെ അത് കൺട്രോൾ ചെയ്ത് ആ സ്ത്രീകളോട് മാന്യമായി പെരുമാറേണ്ടത് ബാസിലിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ പറ്റാത്തവർ സ്വയം ഒരു ചങ്ങല വാങ്ങി കെട്ടിയിടുക, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. ബാസിലിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് എനിക്കറിയാം. എന്നാലും മതം കയറിയ തലയിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാലോ. ഇതൊക്കെ എന്ത്? ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. താത്തയുടെ ശല്യം ഭയങ്കര ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. അതിനുള്ള ഊക്കിപ്പം തരാവേ. എനിക്ക് താത്തയുടെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, താങ്കൾ റീൽസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് റീൽസ് ചെയ്യാതിരിക്കുക. ഒരുപാട് പുരുഷന്മാർ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ താങ്കളെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് ഹിജാബിന്റെ മഹത്വം കളയാതിരിക്കുക. അല്ലാതെ ഞാനിപ്പോൾ ഇതിനെന്താ പറയുക. 3 വർഷം മുൻപുള്ള എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വരാനുള്ള കാരണം മുസ്ലിം സൈറ്റിൽ എല്ലാവർക്കും അറിയാം. അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരാൾ തെറ്റ് മനസ്സിലാക്കി തിരുത്തി അതിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് അത് നോക്കുന്നതിൽ അർത്ഥമില്ല. പ്രസന്റ് അതാണ് ഇമ്പോർട്ടൻറ്റ്. സ്വന്തം സമാജത്തിന് തന്നെ പാര വെച്ചിട്ട് കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. ഈ പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച് പരസ്യം ചെയ്തവരെ എനിക്ക് വഞ്ചിക്കാനാവില്ല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു.
എൻ്റെ മനസ്സ് അള്ളാഹ്ക്കറിയാം, എനിക്കത്. നിങ്ങൾക്ക് പടച്ചോനാണോ വലുത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത വാക്കാണോ? വാക്ക് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ കൊടുത്ത നിങ്ങൾ ചെയ്തൊരു തെറ്റായിട്ടുള്ള കാര്യം ഇപ്പോഴും തുടരുന്നുണ്ട് ആ വാക്കിന്റെ പുറത്ത്. അപ്പൊ അതാണോ നിങ്ങൾക്ക് വലുത്? നിങ്ങളെ ഉണ്ടാക്കിയ പടച്ചോനാണോ നിങ്ങൾക്ക് വലുത്? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ പടച്ചോനാണ് വലുതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ആ വാക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങോട്ട് മേടിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ആ വാങ്ങിയത് എന്താണോ, പണമാണോ മറ്റെന്താണോ, അത് തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ആ വാക്കിന് എന്താണോ വില, ആ എന്താണ് അതിന് സമാനമായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് അത് ക്ലിയർ ചെയ്യണം. അത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ എന്താ അതിനർത്ഥം? നിങ്ങൾ ആ വാക്കെന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റായിട്ടുള്ള കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനസ്സിലാവും നിങ്ങളുടെയൊക്കെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത്. പെർഫ്യൂം വാങ്ങണം എന്നുള്ളവർ ഇപ്പൊ വാങ്ങി വെച്ചോ. റീസെന്റ് ആയിട്ട് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്ന കെ സീരീസ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ബ്രാൻഡാണ് ഈ മെർജ് കേട്ടോ. സ്മെല്ല് ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു. എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു. അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത്? മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് മണമൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് ഫഹിയസാനിയ, അവൾ വേശ്യയാകുന്നു. At this point, I'm so happy for your downfall. Next person. അസ്സലാമലൈക്കും. പറഞ്ഞോടി. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ താത്തോ, ഞാൻ ശ്രദ്ധിക്കാം. ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ഓള് നല്ല ഡാൻസ് കളിക്കുന്നുണ്ടാവും, അതല്ലേ? പടച്ചോനെ, ഓള് ഹിജാബിട്ടേ കൊണ്ടാ, ഓള് തലേ തട്ടട്ടേ കൊണ്ടാ ഓളെല്ലാരും ശ്രദ്ധിക്കുന്നത്. ഇത് പുതിയൊരു അറിവാണല്ലോ. ഡാൻസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? അത് പറഞ്ഞ പോയിന്റ്. ഡാൻസ് കളിക്കണമല്ലേ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം. അത് ഹിജാബ് ഇട്ട് തലേ തട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇട്ട് ധരിക്കണോന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണല്ലോ. Excellent! You guys are making me happy. You guys are making me proud. Your pain is my happiness. Next person. തെറ്റാണ് ഇത്താ. അത് ഹിജാബ് ഇട്ട് ചെയ്താലും ഹിജാബ് ഇടാണ്ട് ചെയ്താലൊക്കെ ഇസ്ലാം നിയമപ്രകാരം അത് തെറ്റ് തന്നെയാണ്. അത് നിങ്ങൾക്കോ എനിക്കോ തിരുത്താനുള്ള ഒരു റൈറ്റും ഇല്ല. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹിജാബ് ഇട്ട് വന്ന് സോഷ്യൽ മീഡിയ വീഡിയോസ് ചെയ്തിരിക്കണ ചില തെറ്റല്ലാണ്ടിരിക്കൂല. അപ്പൊ അതേപോലെ പണ്ടാരോ പറഞ്ഞൊരു ചൊല്ലുണ്ട്. എന്താണത്? ഈ മുട്ടും കൈ ഇല്ലാത്തവനാണോ ചെറുവരിലില്ലാത്തവന് പരിഹസിക്കുന്നതെന്ന്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ അതാ തോന്നിയത്. ഞാൻ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷെ നമുക്കൊരാളെ തിരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പെർഫെക്റ്റ് ആണോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. അപ്പൊ മുബിത്താത്ത, നമുക്ക് തുടങ്ങിയാലോ? നല്ല ചുണ്ട് കേട്ടാ. നമ്മളെ ചുണ്ടും കവിളും ഒക്കെ കാണാം. നല്ല സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിൽ ഭയങ്കര അനുവദനീയമാണ് നമ്മളെ ചുണ്ടൊക്കെ ഇങ്ങനെ കാണിക്കണത്. അന്യാണുങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നൂല. പിന്നെ ഈ ഡ്രസ്സ് പല മോഡലുകളിൽ ഇട്ടിട്ട് ശരിക്കും ഇസ്ലാമിക് ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വന്തം ഭർത്താവിന്റെ സഹോദരന്റെ ഫ്രണ്ടിൽ പോലും നമ്മൾ ചെന്ന് നിൽക്കാൻ പാടില്ല. അതിനുപോലും ഒരു അനുവദനീയമല്ലാത്തൊരു മതമാണ് ഇസ്ലാം മതം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ദുനിയാവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർ ഒരുപാട് കഴിവുള്ള പെണ്ണുങ്ങൾ കണ്ടില്ലേ, ചന്തിയൊക്കെ പുറത്ത് കാണിച്ചിട്ട് താത്ത താണ്ട ജീൻസൊക്കെ ഇട്ടിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടോ? എല്ലാവരും ഒന്ന് കണ്ടോളി. ഞാൻ പറയണ്ടെന്ന് വെച്ചതാണ്. ന്യൂ ജനറേഷനിൽ ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ. അവരവർത്ത് മറച്ച് ജീവിക്കുന്നവരെ ഒന്നും പോയി ശല്യപ്പെടുത്തല്ലേ. നമ്മളെല്ലാം തികഞ്ഞ മനുഷ്യരല്ല. പിന്നെ നീ പറയുന്നത് കൊളാബ് ചെയ്തവന് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണെങ്കിൽ അത് വെറും തെറ്റ്. നീ നഷ്ടപരിഹാരം കൊടുത്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. വാങ്ങിച്ച പൈസ അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. കേട്ടാ മോളെ? ഇങ്ങനെ ആരെ ഉപദേശിക്കാൻ നിൽക്കല്ലേ. ഓക്കെ, എല്ലാരും കൈവച്ചല്ലോ. ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി.